നമസ്കാരം, റിയൽ ന്യൂസ്. ഉള്ളിയേരി കൊയക്കാട് പാഞ്ചജന്യം അക്ഷയശ്രീയുടെയും യാത്രാ കൂട്ടായ്മയുടെയും 7ാം വാർഷികവും കുടുംബസംഗമവും തിരുവാതിര രാവ് എന്ന പേരിൽ സംഘടിപ്പിച്ചു. കൊയക്കാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര പരിസരത്ത് വെച്ച് നടത്തിയ പരിപാടി റിട്ടയർഡ് അധ്യാപകൻ നാരായണൻ നമ്പൂതിരി കളത്തിൽ ഇല്ലം ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് അജീഷ് നമ്പ്യാക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ചിത്രരചനയിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഉള്ളിയേരി കൊയക്കാട് പാഞ്ചജന്യം അക്ഷയശ്രീയുടെയും യാത്രാ കൂട്ടായ്മയുടെയും 7ാം വാർഷികവും കുടുംബസംഗമവുമാണ് തിരുവാതിര രാവ് എന്ന പേരിൽ സംഘടിപ്പിച്ചത്. കൊയക്കാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര പരിസരത്ത് നടത്തിയ പരിപാടി റിട്ടയർഡ് അധ്യാപകൻ നാരായണ നമ്പൂതിരി കളത്തിൽ ഇല്ലം ഉദ്ഘാടനം ചെയ്തു. ഒരു കലാകാരൻ ജനിക്കുന്നതും വളരുന്നതും ജീവിക്കുന്നതും സജ്ജനങ്ങളുടെ മുമ്പിലാണ്. സജ്ജനങ്ങളുടെ കൂട്ടായ്മ, ആ കൂട്ടായ്മയാണ് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരുന്നത്. ഇവിടെ കൂടിയ ഈ പാഞ്ചജന്യം എന്ന ഈ അക്ഷയശ്രീ തീർച്ചയായിട്ടും ചുറ്റുപാടുമുള്ള നമ്മുടെ കൊച്ചു കലാകാരന്മാർക്ക് പ്രചോദനം നൽകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു നേട്ടമായിട്ട് തന്നെ ഞാൻ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ യാത്രാ കൂട്ടായ്മയുടെ കാര്യം പറഞ്ഞു. ഇവിടെ നിന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ സന്ദർശിക്കാനുള്ള ആഗ്രഹമുള്ള അനവധി ആൾക്കാരുണ്ടെങ്കിലും അവർക്ക് അതിനുള്ള സൗകര്യം ഇല്ല എന്നുള്ളത് ഒരു പോരായ്മയാണ്. അതിന് ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുത്ത് ഇവിടെ നിന്ന് കുറേ യാത്രകൾ പോകാനുള്ള ഒരു സന്ദർഭം ഉണ്ടാക്കി എന്നുള്ളത് തീർച്ചയായും ശ്രേഷ്ഠതരമായ ഒരു കർമ്മമായിട്ട് ഞാൻ കാണുന്നു. പിന്നെ ഈ രാവിനൊരു പ്രത്യേകതയുണ്ട്. തിരുവാതിര രാവ് എന്നുള്ളത് പിഴച്ചിട്ടില്ല. തിരുവാതിര ഉറക്കൊഴിച്ചിലായിരുന്നു ഇന്നലെ എന്നുള്ളത് സത്യമാണ്. എന്നിരുന്നാലും തിരുവാതിര ഇന്നാണ്. ഈ നമ്മുടെ യോഗം, നമ്മുടെ ഈ സതുദ്യമം സഫലമാക്കി തീർക്കാൻ വേണ്ടി ശ്രമിച്ച എല്ലാ നല്ലവരായ നാട്ടുകാർക്കും പ്രവർത്തകന്മാർക്കും നന്മ നേർന്നുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു സന്ദർഭം തന്നതിന് പ്രത്യേകം അനുമോദനം അർപ്പിച്ചുകൊണ്ടും ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നതായി കൊയക്കാട്ടപ്പൻ്റെ സമക്ഷത്തിൽ ഞാൻ അവതരിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അഡ്വക്കേറ്റ് അജീഷ് നമ്പ്യാക്കൽ മുഖ്യ പ്രഭാഷണം നടത്തി. സംസ്കാരം എന്ന് പറയുന്നത് മൂല്യങ്ങളുടെ ഒരു സംഘാതമാണ്. ഈ മൂല്യങ്ങൾ ലോകത്തെല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ ചരിത്ര പാഠപുസ്തകങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മെസപ്പൊട്ടോമിയയിലുണ്ടായിരുന്നു, ഗ്രീക്കിലുണ്ടായിരുന്നു, റോമിലുണ്ടായിരുന്നു, ഈജിപ്തിലുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സ്ഥലത്തും സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ എന്തു പറ്റി എന്ന് അന്വേഷിക്കുന്ന സമയത്ത് ആ സംസ്കാരങ്ങളൊക്കെ മെല്ലെ മെല്ലെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതായി. എങ്ങനെയാണ് ഇല്ലാതായത് എന്ന് നമ്മളൊരു ചരിത്ര വിദ്യാർത്ഥിയുടെ കൗതുകത്തോടു കൂടിയിട്ട് സമീപിച്ചാൽ നമുക്ക് മനസ്സിലാകും. ആ സംസ്കാരത്തില് മുന്നോട്ട് വെച്ചിരുന്ന മൂല്യങ്ങള് ആചരിക്കുന്ന മനുഷ്യന്മാര് ഇല്ലാതായതാണ്. മൂല്യങ്ങൾക്ക് സ്വതേ ജീവനില്ല. അവയ്ക്ക് ജീവൻ ഉണ്ടാകുന്നത് അത് ആചരിക്കുന്ന മനുഷ്യനുണ്ടാകുന്ന സമയത്താണ്, കുടുംബം ഉണ്ടാകുന്ന സമയത്താണ്, സമൂഹം ഉണ്ടാകുന്ന സമയത്താണ്. ആ സമൂഹങ്ങൾ ചേർന്ന രാഷ്ട്രങ്ങള് ഈ സംസ്കാരത്തിന്റെ മൂല്യങ്ങള് അവനവന്റെ ജീവിതത്തില് ആചരിച്ച് പുതിയ തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യുന്ന സമയത്താണ് ആ സംസ്കാരത്തിന് നൈരന്തര്യം ഉണ്ടാകുന്നത്. ചിത്രരചനയിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. ഗിരീഷ് തെരുവത്ത് കടവ്, ദിൽന ഷാജി, കാശിനാഥ് എന്നിവരുടെ ചിത്രപ്രദർശനവും നടത്തി. ഇവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. പാഞ്ചജന്യം അക്ഷയശ്രീ പ്രസിഡന്റ് പ്രകാശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അഖിൽകുമാർ TP റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സുരേന്ദ്രൻ ചെങ്ങോട്ടിൽ, രാംജിത്ത് കൊയക്കാട്, സദാനന്ദൻ ഇരുമുണ്ടിടത്തിൽ, അക്ഷയശ്രീ ഉള്ളിയേരി ഫെഡറേഷൻ സെക്രട്ടറി ഷീബ പെരുളി, യാത്രാ കൂട്ടായ്മ പ്രതിനിധി ജീജ കൈപ്പോട്ട് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികൾ അരങ്ങേറി. കൂട്ടിൽ കൊണ്ടേത്തു ആടി കബഡി പാത്താടി അവർ കൈവേടികയില്ലാതെല്ലും തമ്പുരാട്ടി, അവർ കൈവേടികയില്ലാതെല്ലും തമ്പുരാട്ടി.
റിയൽ ന്യൂസ് ബാലുശ്ശേരി.